കേരള സാഹിത്യ അക്കാദമി പുരസ്കാരവുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ഞാനിവിടെ പറയുന്നത്. നമുക്ക് ആദ്യം തന്നെ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിൽ നിന്ന് തുടങ്ങാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിയ കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം 2022 നേടിയ സമ്പർക്ക ക്രാന്തി എന്ന നോവൽ എഴുതിയത് ആരാണ്? കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം 2022 നേടിയ സമ്പർക്ക ക്രാന്തി എന്ന നോവൽ എഴുതിയത് വി ഷിനിലാൽ ആണ്. വി ഷിനിലാൽ. നെക്സ്റ്റ്, കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം 2023 നോവൽ വിഭാഗത്തിൽ നേടിയത് ഹരിത സാവിത്രിയുടെ സിൻ എന്ന നോവലിനാണ്. കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം 2023 നോവൽ വിഭാഗത്തിൽ ഹരിത സാവിത്രിയുടെ സിൻ എന്ന നോവലിനാണ് ലഭിച്ചത്. മികച്ച ചെറുകഥ ഉദയ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് എന്ന കൃതിക്കാണ്. എഴുതിയത് എൻ രാജൻ. ഓക്കെ, നമ്മൾ പറഞ്ഞത് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം 2023 നോവൽ വിഭാഗത്തിൽ ലഭിച്ചത് ഹരിത സാവിത്രിയുടെ സിൻ എന്ന നോവലിനാണ്. മികച്ച ചെറുകഥ ഉദയ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് എന്ന കൃതിക്കാണ്. എഴുതിയത് എൻ രാജൻ. 2023 നോവൽ വിഭാഗം ഹരിത സാവിത്രിയുടെ സിൻ എന്ന നോവലിനാണ്. മികച്ച ചെറുകഥ ഉദയ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് എന്ന കൃതിക്കാണ്. നെക്സ്റ്റ്, മികച്ച ബാലസാഹിത്യത്തിനുള്ള കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിയത് പെൺകുട്ടിയും കൂട്ടരും എന്ന കൃതിക്കാണ്. ഇത് എഴുതിയത് ഗ്രേസി. മികച്ച ബാലസാഹിത്യത്തിനുള്ള കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചത് പെൺകുട്ടിയും കൂട്ടരും എന്ന കൃതിക്കാണ്. ഇത് എഴുതിയത് ഗ്രേസി. നെക്സ്റ്റ്, മികച്ച നാടകത്തിനുള്ള കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിയത് ഇ ഫോർ ഇഡിപ്പസ് ആണ്. ഇത് എഴുതിയത് ഗിരീഷ് PC പാലമാണ്. മികച്ച നാടകത്തിനുള്ള കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിയത് ഇ ഫോർ ഇഡിപ്പസ്. മികച്ച നാടകം ഏതാണ്? ഇ ഫോർ ഇഡിപ്പസ്. ഇത് എഴുതിയത് ഗിരീഷ് VC പാലമാണ്. ഇ ഫോർ ഇഡിപ്പസ് എഴുതിയത് ഗിരീഷ് VC പാലമാണ്. നെക്സ്റ്റ്, മികച്ച കവിത ഏതാണെന്ന് നോക്കാം. തെരഞ്ഞെടുത്ത കവിതകൾ കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിയ മികച്ച കവിത ഏതാണ്? ഇത് കൽപ്പറ്റ നാരായണൻ്റെയാണ്. കൽപ്പറ്റ നാരായണൻ രചിച്ച തെരഞ്ഞെടുത്ത കവിതകൾ എന്ന കവിതയ്ക്കാണ് മികച്ച കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിയത്. നെക്സ്റ്റ്, മികച്ച യാത്രാവിവരണം ആംചോ ബസ്തർ ആണ്. ഇത് എഴുതിയത് നന്ദിനി മേനോൻ. മികച്ച യാത്രാവിവരണത്തിനുള്ള കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിയത് നന്ദിനി മേനോനാണ്. ഏതാണ്? ആംചോ ബസ്തർ എന്ന യാത്രാവിവരണമാണ്. നെക്സ്റ്റ്, മികച്ച സാഹിത്യ വിമർശനം വിഭാഗത്തിൽ ഭൂപടം തലതിരിക്കുമ്പോൾ എന്ന മികച്ച സാഹിത്യ വിമർശനത്തിനുള്ള അവാർഡ് ലഭിച്ചത് ഇത് എഴുതിയത് പി പവിത്രനാണ്. ഭൂപടം തലതിരിക്കുമ്പോൾ ഇത് എഴുതിയത് ആരാണ്? പി പവിത്രൻ. നെക്സ്റ്റ്, വിവർത്തന സാഹിത്യത്തിൽ അവാർഡ് ലഭിച്ചത് കഥാകഥികെ എന്ന കൃതിക്കാണ്. ഇത് എഴുതിയത് എം ശ്രീധരനാണ്. എം ശ്രീധരനാണ് കഥാകഥികെ എന്ന കൃതി എഴുതിയത്. നെക്സ്റ്റ്, വൈജ്ഞാനിക സാഹിത്യ വിഭാഗത്തിൽ ഏതാണെന്ന് നോക്കാം. ബി രാജീവൻ്റെ ഇന്ത്യയെ വീണ്ടെടുക്കൽ എന്ന കൃതിക്ക് സാഹിത്യത്തിനാണ്. വൈജ്ഞാനിക സാഹിത്യ വിഭാഗത്തിൽ ലഭിച്ചത് മികച്ച കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചത് വൈജ്ഞാനിക സാഹിത്യത്തിനുള്ള അവാർഡ് ലഭിച്ചത് ഇന്ത്യയെ വീണ്ടെടുക്കലിനാണ്. ഇത് എഴുതിയത് ബി രാജീവനാണ്. നെക്സ്റ്റ്, ജീവചരിത്രം ആത്മകഥാ വിഭാഗത്തിൽ അവാർഡ് നേടിയത് ഒരു അന്വേഷണത്തിൻ്റെ കഥ. എഴുതിയത് കെ വേണു. ജീവചരിത്രം ആത്മകഥാ വിഭാഗത്തിൽ അവാർഡ് ലഭിച്ചത് ഒരു അന്വേഷണത്തിൻ്റെ കഥയ്ക്കാണ്. എഴുതിയത് കെ വേണു. നെക്സ്റ്റ്, മികച്ച ലേഖനം വിഭാഗത്തിൽ മഹാത്മാഗാന്ധിയും മാധവിക്കുട്ടിയും ഇത് എഴുതിയത് KC നാരായണനാണ്. മികച്ച ലേഖനം വിഭാഗത്തിൽ അവാർഡ് ലഭിച്ചത് മഹാത്മാഗാന്ധിയും മാധവിക്കുട്ടിയും ആണ്. എഴുതിയത് KC നാരായണൻ.
ഇനി മികച്ച ഹാസ്യ സാഹിത്യം ഏതാണ്? വാരനാടൻ കഥകൾ. വാരനാടൻ കഥകളാണ് വാരനാടൻ കഥകൾ. ഇത് എഴുതിയത് സുനീഷ് വാരനാടാണ്. അപ്പം മികച്ച ഹാസ്യ സാഹിത്യ വിഭാഗം വാരനാടൻ കഥകളാണ്, എഴുതിയത് സുനീഷ് വാരനാടാണ്. ഓക്കെ.